പ്രൈസ് ലോർഡ്. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു കല്ലറയിലല്ല, യേശു മരണത്തെ ജയിച്ച് ഒരിക്കലായിട്ട് എന്നേക്കുമായിട്ട് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമുക്കിന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം 40-41 വാക്യം വായിക്കാം. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനയിലും വലിയവൻ. യോന പ്രവാചകൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 രാവും 3 പകലും കിടന്നതുപോലെ യേശുവും 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ആയിരുന്നു. വാഗ്ദത്വമുള്ള വ്യക്തിയെ പ്രശ്നത്തിന് അധിക നാൾ പിടിച്ചു നിർത്തുവാൻ സാധിക്കത്തില്ല. യോനയുടെ മേൽ ദൈവം ഇട്ടിരുന്ന ഒരു പ്ലാനാണ് നിനവയിൽ യോന ദൈവവചനം പ്രസംഗിക്കണമെന്ന്. അതിനിടയ്ക്ക് മത്സ്യത്തിൻ്റെ വയറ്റിൽ പോയാലും യോന ഡൈജസ്റ്റായി പോകത്തില്ല. കാരണം മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് ജീവിതം തീരുവാനല്ല യോനയുടെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതി. യോന നിനവയിൽ കാല് കുത്തിയേ മതിയാകൂ. ദൈവം ഒരു വ്യക്തിയിൽ കണ്ടിരിക്കുന്ന പ്ലാൻ്റെ ഇടയ്ക്ക് വെച്ച് സംഭവിക്കുന്ന പ്രതികൂലങ്ങൾ അത് ടെമ്പററിയാണ്, അത് പെർമനൻ്റ് അല്ല. പ്രശ്നം ടെമ്പററിയാണ്, എന്നാൽ ദൈവത്തിൻ്റെ പ്രോമിസ് അത് പെർമനൻ്റ് ആണ്, അത് സ്ഥിരമാണ്, അത് മാറത്തില്ല. ഇടയ്ക്ക് വെച്ച് പ്രതികൂലങ്ങൾ, സാഹചര്യങ്ങൾ, പല പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും ഈ വാഗ്ദത്തം ഇടയ്ക്ക് വെച്ച് നശിച്ചു പോകത്തില്ല. വാഗ്ദത്തം എത്തേണ്ടിടത്ത് എത്തിക്കും. വാഗ്ദത്തം നമ്മുടെ പുറകെ വന്ന് നമ്മെ പിടിക്കും. നാം വായിച്ച വചനം പറയുന്നു, യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നതുപോലെ യേശു 3 ദിവസം ഭൂമിയുടെ ഉള്ളിൽ കിടന്നു. ശത്രു ഓർത്തു കല്ലറ കൊണ്ട് തീർന്നു, അവിടം കൊണ്ട് കഴിഞ്ഞു. എന്നാൽ വാഗ്ദത്തം, യേശുവിനെ കുറിച്ചുള്ള വാഗ്ദത്തം 3-ാം ദിവസം കല്ലറയിൽ നിന്ന് എഴുന്നേൽക്കുമെന്നാണ്. ആരൊക്കെ കല്ലറയ്ക്ക് കാവൽ നിന്നാലും, റോമൻ ഇമ്പീരിയൽ സീൽ കല്ലറയ്ക്ക് വെച്ചാലും ഇതിനെ കാട്ടിലും ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. 3-ാം ദിവസം ദൈവം മരണത്തെ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇനിയും യേശു മരിച്ച് കല്ലറയിൽ ഇരിക്കുക ആണ് എന്ന് പറയുവാൻ പറ്റത്തില്ല. ദൈവം മരണത്തെ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് നീക്കി. മരണത്തെ നീക്കിയിട്ട് ദൈവം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. 12-42 വാക്യം നാം വായിച്ചു. നിനവേക്കാർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടു. ഇതാ ഇവിടെ യോനയിലും വലിയവൻ. ഇന്ന് ഞാൻ ആ വ്യക്തിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. യോനയിലും വലിയവൻ യേശു ക്രിസ്തു. യെശയ്യാ പ്രവാചകനിലും വലിയവൻ യേശു ക്രിസ്തു. യെഹസ്കേൽ പ്രവാചകനിലും വലിയവൻ യേശു ക്രിസ്തു. ദാവീദിലും വലിയവൻ യേശു ക്രിസ്തു. അബ്രഹാമിലും വലിയവൻ യേശു ക്രിസ്തു. എല്ലാവരെക്കാട്ടിലും വലിയവൻ കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് നിങ്ങൾ നേരിടുന്ന വിഷയത്തെക്കാട്ടിലും വലിയവൻ യേശു ക്രിസ്തു. രോഗത്തെക്കാട്ടിലും വലിയവൻ യേശു ക്രിസ്തു. കടഭാരത്തെക്കാൾ വലിയവൻ യേശു ക്രിസ്തു. രോഗത്തിൻ്റെ സൗഖ്യം യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ട്. ആയതിനാൽ രോഗത്തെക്കാൾ വലിയവൻ യേശു ക്രിസ്തുവാണ്. പാപത്തെക്കാട്ടിൽ വലിയവൻ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട്. ഇന്ന് നിങ്ങൾ നേരിടുന്ന ഏത് വിഷയത്തെയും കർത്താവായ യേശു ക്രിസ്തു ജയിച്ചിരിക്കുന്നു. ഓർക്കുക, ഇപ്പോൾ നേരിടുന്ന വിഷയം, പ്രശ്നം, രോഗം, കടഭാരം, ജപ്തി, ഇതൊന്നും നിങ്ങളെ തീർത്ത് കളയുകയില്ല. യോനയെ മത്സ്യത്തിൻ്റെ വയറ്റിൽ കയറ്റി നിനവേലേക്ക് എത്തിച്ചതുപോലെ ഇപ്പോൾ നേരിടുന്ന ചില ഞെരുക്കങ്ങൾ അത് ദൈവം ചെയ്യുന്നത് നിങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ പർപ്പസിലേക്ക് ദൈവം കൊണ്ടെത്തിക്കും. പിശാച് കൊണ്ടിടുന്ന ചില പദ്ധതികളുണ്ടല്ലോ, അത് തീർത്ത് കളയാൻ വേണ്ടിയാണ് പിശാച് കൊണ്ടിടുന്നത്. എന്നാൽ ദൈവം അതിനെ എടുത്ത് ദൈവം ഇറങ്ങി വന്ന് യേശുവേ എന്നൊന്ന് വിളിക്കുമ്പോൾ യേശു ഇറങ്ങി വന്ന് നിങ്ങളെ ആ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ നിന്ന്, ആ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ നിന്ന്, രോഗത്തിൻ്റെ മധ്യത്തിൽ നിന്ന് എടുത്ത് സൗഖ്യത്തിലേക്ക് കൊണ്ടുവരും. തകർച്ചയിൽ നിന്ന് എടുത്ത് ഉയർച്ചയിലേക്ക് കൊണ്ടുവരും. നശിച്ചു കിടന്നിടത്തുനിന്ന് എടുത്ത് ഇതാ ഉന്നതങ്ങളിൽ അവൻ മാനിക്കും. ഹല്ലേലൂയ.
ഹല്ലേലൂയ. യേശുവെ ഒന്ന് വിളിക്കുന്ന നിമിഷം യേശു ഇറങ്ങി വന്ന് ആ ഞെരുക്കത്തിൽ നിന്ന് എടുത്ത് വിശാലതയെ കൊണ്ടുവരും. ഞെരുക്കത്തിൽ നിന്ന് എടുത്ത് ആ ദൈവത്തിൻ്റെ പ്രോമിസിലേക്ക് അവൻ കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നിങ്ങളെക്കുറിച്ച് കണ്ടിരിക്കുന്നത് ചെറുതല്ല. യേശു നമ്മെക്കുറിച്ച് കണ്ടിരിക്കുന്നത് ചെറുതല്ല. ദൈവത്തിൻ്റെ പ്ലാനെ നമ്മളിൽ നടക്കൂ. ഇടയ്ക്ക് വെച്ച് വരുന്ന പ്രതികൂലങ്ങൾ നമ്മുടെ മേൽ ജയമെടുക്കത്തില്ല. ഇപ്പോൾ യേശുവേ എൻ്റെ ജീവിതത്തിൽ രാജാവായി വരണമേ, എൻ്റെ ജീവിതത്തിൽ കർത്താവായി വരണമേ. ഈ ഇടയ്ക്ക് വെച്ച് നേരിടുന്ന പ്രതികൂലങ്ങൾ ഇവിടം കൊണ്ട് സ്റ്റോപ്പാകട്ടെ. ഈ പ്രതികൂലങ്ങൾ ഇവിടം കൊണ്ട് നിൽക്കട്ടെ. ദൈവത്തിൻ്റെ പർപ്പസിലേക്ക് ഞാൻ പോകട്ടെ. ദൈവം എന്നെക്കുറിച്ച് കണ്ടിരിക്കുന്ന പദ്ധതിയിലേക്ക് എന്നെ എടുത്തിട്ടാട്ടെ. ഒന്ന് പറയാമോ? ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് എന്നെ എടുത്തിട്ടാട്ടെ. യോന തർസീസിലേക്ക് പോയി, എന്നാൽ ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് ദൈവം യോനയെ എടുത്തിട്ടു. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നാം പോകുന്ന, ദൈവത്തിന് ഹിതമല്ലാതെ നാം പോകുന്ന പല പ്ലാനിനെയും ദൈവം പൊളിക്കട്ടെ. ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് നമ്മളെ എടുത്തിടട്ടെ. അതിനായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. യേശുവേ, അതിനായിട്ട് എന്നെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു, എന്നെ ഏൽപ്പിച്ചു തരുന്നു. ഹല്ലേലൂയ. ലോകക്കാർ പറയുന്നല്ല നമ്മളെക്കുറിച്ച് നടക്കുന്നത്, കുടുംബം പറയുന്നല്ല നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. നാം നമ്മെക്കുറിച്ച് എഴുതിയിരിക്കുന്ന, പറഞ്ഞിരിക്കുന്ന, വിശ്വസിച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ല നമ്മളിൽ നടക്കുന്നത്. ദൈവം നമ്മളെക്കുറിച്ച് എന്ത് കണ്ടിരിക്കുന്നു, യേശു നമ്മളെക്കുറിച്ച് എന്ത് കണ്ടിരിക്കുന്നു, അതാണ് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ നടക്കുന്നത്. അത് തകർച്ചയ്ക്കല്ല, അത് ഉയർച്ചയ്ക്കാണ്. അത് നിത്യത വരെ കൊണ്ടെത്തിക്കും. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവെ, ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയാമോ? യേശുവിൻ നാമത്തിൽ നാഥാ, ഞാൻ ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യോനയെക്കാട്ടും വലിയവനായ ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. സകല പ്രവാചകന്മാരെക്കാളും വലിയവനായ ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. സകല പ്രതികൂലങ്ങളെക്കാളും വലിയ ദൈവം ഞങ്ങൾക്കുണ്ട്. അത് യേശു കർത്താവ. ആ യേശുവിൽ ഞങ്ങൾ പൂർണ്ണമായി യേശുവെ ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ട മുഴുവൻ പേരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ, ഈ സ്പോട്ടിൽ സൗഖ്യമാകട്ടെ. ഈ നിമിഷം വേദന മാറിപ്പോട്ടെ. ഈ നിമിഷം സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സൗഖ്യമുണ്ടല്ലോ. ഈ നിമിഷം തന്നെ അവരുടെ കടഭാരങ്ങൾ മാറട്ടെ. ഈ നിമിഷം ജപ്തി മാറിപ്പോകട്ടെ. വഴി തുറക്കട്ടെ. എൻ്റെ ദൈവത്തിന് വഴി തുറക്കുവാൻ ഈസിയാണ്. ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഈസിയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ നിമിഷം ഈ വചനം കേട്ട മുഴുവൻ പേരുടെ മേലും ഒരു ബ്ലെസ്സിങ് ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ബ്ലെസ് ചെയ്യുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.